ഇതെന്തിരിപ്പാണ്? വേഗം പോയി റെഡിയാവും കൊച്ചേ, ഇതിന്റെ പെണ്ണാണ് ഇപ്പൊ ആൾക്കാരെത്തും. ഈ പെണ്ണാളിൽ എന്തായാലും നടക്കാൻ പോണില്ല അമ്മേ. പിന്നെ ഞാനെന്തിനാ വെറുതെ ഒരുങ്ങുന്നേ? നടക്കില്ലെന്നോ? നീ എന്താ പറഞ്ഞു വരുന്നത്? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. എടി ചേച്ചി, അപ്പൊ ഈ ആലോചനയും അച്ചായം മുടക്കാൻ വരോ? തീർച്ചയായും. സുധേ, ചെക്കനും കൂട്ടിലെത്തിയിട്ടുണ്ട്. അവൾ ഒരിക്കൽ വേഗം മര്യാദയ്ക്ക് നിർത്തിക്കോളൂ. അത് പിന്നെ ഏട്ടാ, അവൾ എത്ര പറഞ്ഞിട്ട് ഒരുങ്ങുന്നില്ല. ഒരുങ്ങുന്നില്ലെന്ന് പറഞ്ഞു എങ്ങനെ ശരിയാവും? പോയി ഒരുക്കടി അവളെ. ജയരാമ, കയറി വരെ ഇരിക്കൂ. അപ്പോ ഇതാരൊക്കെയാന്നറിയാലോ? ചെക്കൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ. ഓ അറിയാം, കുടുംബക്കാരെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങൾ വലിയ ആൾക്കാരല്ലേ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു സംബന്ധം എന്റെ മോൾക്ക് വന്നെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൂ. എന്നിട്ട് മോളെ എന്തേ കുട്ടിയെ വിളിക്കൂ? ഇവനെന്ത് ഇവിടെ? നമസ്കാരം. നിങ്ങളൊക്കെ എന്റെ പെണ്ണിനെ പെണ്ണാണാ വന്നവരായിരിക്കും അല്ലേ? ജയരാമ, ഒന്നുമില്ല. നീ ഏതാടാ ചെക്ക? ഇറങ്ങി പോടാ വീട്ടീന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണു? ദേ, പെണ്ണ് കാണാൻ വന്നവരോടാണ് ഇവളുള്ള ആ പെൺകൊച്ച്. അവൾ എന്റെ പെണ്ണ്. അത് ഈ വീട്ടിലുള്ളവർക്കും ഈ നാട്ടിലുള്ളവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇയാള് കൊണ്ടുവന്ന 25 ആലോചനയും ഞാൻ മുടക്കിയിട്ടുമുണ്ട്. ഇതിപ്പോ 26ാമത്തെയാണ്. നിങ്ങൾക്ക് പോവാതെ ഇരിക്കാം. എന്തായാലും ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം അവൾ ഈ അലോഷി മാത്യുവിന്റെ മാത്രം പെണ്ണാണ്. പെണ്ണെ, ഇച്ചായ പോട്ടേടി. അപ്പൊ ശരി അച്ഛാ. ശരി അമ്മ. ഇങ്ങനൊരു മോശം വീട്ടിൽ നിന്നാണ് കല്യാണ ആലോചന വരണ്ടേന്ന് താൻ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. വാട ഇറങ്ങി. ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു സംബന്ധം നമുക്ക് വേണ്ട. എല്ലാം അവനൊരുത്തൻ കാരനാണ്. അവൻ ഇങ്ങനെ പോയാൽ ഞാൻ കൊന്നു കളയും. നടക്കുന്ന കാര്യമാണെങ്കിൽ പറച്ച. അതെ, നിങ്ങൾ അവളെ പറയണ കല്യാണങ്ങൾ നടത്തിക്കൊടുത്ത് ഈ പ്രശ്നങ്ങൾ തീരും. നിങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കൊന്നുമില്ല. ഇല്ല, പറ്റൂല. എനിക്ക് അവനെ കല്യാണം കഴിപ്പിക്കാൻ പറ്റൂല. കാരണം എന്താ പറ മനുഷ്യ? അവൻ വേറെ മതമല്ലേ, അതുകൊണ്ട്. ഓ, അതിപ്പോഴെന്തിനാ നോക്കുന്നത്? നമ്മുടെ മോളിൽ സന്തോഷം നോക്കിയാ പോരെ? വേണ്ട, പറ്റില്ല. എനിക്ക് അതൊന്നും പറ്റൂല. എന്റെ പൊന്നു ചേച്ചി, അച്ചായന്റെ സ്വഭാവം വെച്ചിട്ട് ഇപ്പൊ തന്നെ ചേച്ചി നിരക്കി കൊണ്ടുപോയി കല്യാണം കഴിച്ച ഒരു കുട്ടിയാണ്ട കാലം കഴിഞ്ഞു. പിന്നെ എന്തിനാ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടേക്കുന്നേ? അത് ഇച്ചാൻ അമ്മച്ചിക്ക് കൊടുത്ത വാക്ക. എന്റെ വീട്ടുകാര് പൂർണ്ണ സമ്മതത്തോടു കൂടി അച്ചായനെ മരുമോനാക്കാതെ കല്യാണം നടക്കില്ലാന്ന്. അങ്ങനെയാണെങ്കിൽ ചേച്ചി മൊയ്തീനിലെ കാഞ്ഞിരമാല ഇരിക്കുന്ന പോലെ ഇരിക്കത്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ നീയൊക്കെ കെട്ടിപ്പോകുന്നു. അതെ, ഞാൻ സമ്മതിക്കില്ല. ഞാൻ കെട്ടാണ്ട് നിൽക്കുന്നിടത്തോളം കാലം നീ ഇങ്ങനെ കെട്ടാ ചെരക്കായി ഇരിക്കും. അത് കാണുമ്പോ അച്ഛൻ എന്നെ കെട്ടിച്ചോളും. ദുഷ്ട, അപ്പൊ എന്നെ ചൂണ്ടയെ കൊളുത്തി ഇരയായിട്ട് ഇട്ടിരിക്കായിരുന്നല്ലേ? അതെ, സമ്മതിക്കൂല ഞാൻ. അതൊക്കെ പോട്ടെ, നിങ്ങൾ എങ്ങനെ രണ്ടുപേരും സെറ്റായത്? ഈ അച്ചാൻ കാരണം ഈ ദേവി പെണ്ണ് എങ്ങനെ സ്വന്താക്കിയേ? ഓ, ആ സ്വന്താക്കളൊരു ഒന്നൊന്നര സ്വന്താക്കളായിരുന്നു. കുറേ ബാക്കിലോട്ട് പോണ്ടി വരും. സാരില്ല, എനിക്ക് നല്ല ഇൻട്രസ്റ്റോടെ ഇരിക്കുകയാണ്. ചേച്ചി കഥ പറഞ്ഞോളൂ. നിനക്കറിയാലോ, ഇവിടെ നിന്ന് പഠിച്ച് മടുത്ത കാരണമാണ് ഡിഗ്രി കിട്ടുമ്പോൾ എന്തായാലും പുറത്തു പോയി പഠിക്കണമെന്ന് വിചാരിച്ചത്. അതുപോലെ ചേച്ചി പുറത്തു പോയി പഠിച്ചില്ലേ? പഠിച്ചു, പക്ഷെ അത് അത്ര വലിയ പുറത്തു പോകലൊന്നും ആയിരുന്നില്ല. ഒരു ഉൾഗ്രാമത്തിലുള്ള ഒരു കോളേജിലായിരുന്നു. ഓ, എന്നിട്ട്? അതൊരു ക്രിസ്ത്യൻ കോളേജ് ആയിരുന്നു. പക്ഷെ എല്ലാ മതക്കാർക്കും അവിടെ പഠിക്കാൻ പറ്റും. അവിടെ പഠിക്കാൻ എനിക്ക് ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയപ്പോ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് അച്ഛൻ്റെ കൈയും കാലും പിടിച്ച് അവിടെ പോയി ചേർന്നു. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഞാനൊരു പണി ഉണ്ടാക്കി വെക്കുന്നു വിചാരിച്ചതില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യമാണല്ലേ ഒരേ ക്ലാസ്സിലുള്ള നമുക്ക് ഒരേ ഹോസ്റ്റലിൽ കിട്ടിയത്. അതെ, അത് സത്യമാണ്. കാരണം ഞാൻ എങ്ങനെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം എന്തായാലും നിങ്ങളെ കിട്ടിയില്ലേ? ഐ എം സോ ഹാപ്പി. യെസ്, മീ ടു. മീ ടു. അപ്പോൾ ഫ്രണ്ട്സ് ഫോർ എവർ.
അയ്യോ, 2 പെണ്ണുങ്ങളും ഒന്ന് കുളിച്ച് റെഡി വാടി, നമുക്ക് കോളേജിൽ പോകാനുള്ളതാ. ഒരു 5 മിനിറ്റ് കൂടി. ഈശ്വര, നീയൊക്കെ ഇതിൽ എന്ത് മലമറക്കായിരുന്നു. വേഗം ഒന്ന് റെഡി ആയിട്ട് വാടി, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് പോകും. എന്റെ ഞാൻ പോയി. അതങ്ങനെ ഒരു സാധനം. പോയി ബ്രഷ് എങ്കിലും തേക്കടി. എന്തെന്ന് നീ എന്താ പറഞ്ഞേ? പോയി ബ്രഷ് തേക്കാൻ. തേച്ചിട്ട് വരാ. അല്ല, നമ്മൾ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് നമുക്ക് റാഗിങ് ഉണ്ടാവോ? അത് പേടിക്കണ്ട, ഈ കോളേജിൽ റാഗിങ് ഒന്നുമില്ല. ഭാഗ്യം. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് അകത്തേക്ക് കയറിയാലോ? പിന്നെന്താ, വാ പോവാം. ഇവൻ ഇതുപോലെ അടിച്ച് ചതച്ചിട്ടത് ആരാണെന്ന് കണ്ടവരുണ്ടോ? ഇതെന്താ ആരൊന്നും മിണ്ടാണ്ടിരിക്കുന്നേ? അറിയത്തില്ല, ഞാൻ പറയട്ടെ. വെറുതെ ഓരോ പണി പോയി തലവെക്കാൻ നിൽക്കണ്ട. എങ്കിലും ആ മനുഷ്യൻ കിടക്കുന്നത് കണ്ടില്ലേ, പാവം. ഞാൻ പറയാൻ പോണു. നിങ്ങൾ ആരെയും പേടിക്കാൻ നിൽക്കണ്ട. സത്യസന്ധമായി ആരാണെന്ന് പറഞ്ഞാൽ അവനെ ഞാൻ ശരിയാക്കിക്കോളാം. സാർ, ഞാൻ കണ്ടിരുന്നു, പക്ഷെ പേരറിയത്തില്ല. ആരണ്ടാവള്? അറിയത്തില്ല. നമ്മുടെ അച്ചാർ ഒറ്റ കൊടുക്കാൻ പോവാണല്ലോ. ആ പെണ്ണിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ആടാ, ഇപ്പൊ അവള് മിണ്ടാണ്ടിരുന്ന അവള് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അവള് തീർന്ന്. പറ മോളെ, ആരാണെന്ന്. മോളെ ആരും ഒന്നും ചെയ്യത്തില്ല, മോള് പറഞ്ഞു. അതൊരു വെള്ള മുണ്ടും ഷർട്ടും എടുത്തിട്ട് ഒരാളായിരുന്നു. ദേ, ഈ ഫോട്ടോ കാണുന്ന ആളാണോ? അതെ. ഇത് അലോഷി മാത്യു. ഇനി മോൾ അവനെ കുറിച്ച് അറിയും. ഞാൻ അവനെ ശരിയാക്കിക്കോളാം. ശരി സാർ, നല്ല ഇടി കൊടുത്തോളൂ. ആ പാവത്തിന് കുറെ ഉപദ്രവിച്ചതാണ്. തീർച്ചയായും അവൻ ചത്തൂന്ന് കൂട്ടിക്കോ. ഇതെന്താടി എല്ലാവരും നിന്നെ തന്നെയാണല്ലോ നോക്കുന്നേ? എന്താണാവോ? എടി, നമുക്ക് ഇവിടെ ഇപ്പൊ നിക്കണ്ട, വേഗം ക്ലാസ്സിലോട്ട് പോവാം. അതാ നല്ലത്. വാ പോവാം. ഒന്നവിടെ നിന്ന് മോളെ. നീ ചെയ്തത് വലിയ തെറ്റാണല്ലോടിയേ. എന്തായാലും നിന്നെ ഞങ്ങൾ എടുത്തോളാം. എടി, ക്ലാസ്സിലുള്ള എല്ലാവരും നിന്നെ തന്നെയാണ് ഈ തുറച്ചു നോക്കുന്നത്. ദൈവമേ, ഇവിടൊക്കെ പോലീസുകാർക്ക് കുറ്റക്കാരെ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണുരുട്ടിയോ നോക്ക. അറിയില്ല മോളെ, വെയിറ്റേ, ഞാനൊരു കുട്ടിയോട് പോയി ചോദിച്ചിട്ട് വരാം. ചെല്ലും. എന്റെ പൊന്നു ജാനകി, നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിരുന്നു. ഞാൻ തെറ്റോ? എന്ത്? എടി, പുള്ളി ഈ നാട്ടിലെ ഹീറോ അടി, ഹീറോ. അച്ഛ എന്ന എല്ലാരും വിളിക്കുന്നേ. ഈ കോളേജിന്റെ ഉടമസ്ഥന്റെ മോനാണ് അയാള്. ഈ നാടിന്റെ തന്നെ പൊന്നോമനയാണ്. ആ പൊന്നോമനയാണ് നീ പോലീസിനെ പിടിച്ചു കൊടുത്തത്. ഇന്ന് പുള്ളി തള്ളിയ ആളില്ലേ, അയാളൊരു വലിയ പീഡകനായിരുന്നു. പരോളിന് ഇറങ്ങിയപ്പോൾ അയാൾ വീണ്ടും വേറൊരു കൊച്ചിനെ തൊളാൻ നിന്നപ്പോഴാണ് ഈ അച്ചായൻ കയറി അടിച്ചത്. അപ്പോഴാണ് നമ്മ കയറി ചെന്നത്. അത് നമ്മ പോയി പോലീസിനെ പറഞ്ഞും കൊടുത്തു. അച്ചായൻ പെട്ട്. ഈശ്വര, അപ്പോ ഈ പോലീസ് ഒന്നും അച്ചായന്റെ ടീമല്ലേ? എടി, അവിടുത്തെ കോൺസ്റ്റബിൾമാരൊക്കെ അച്ചായന്റെ ടീമാ. പക്ഷെ അവിടുത്തെ SI ഉണ്ടല്ലോ, പുള്ളി വൻ സീനാണ്. അയാൾക്കാണെങ്കിൽ അച്ചായൻ എന്തെങ്കിലും ഒരു ദിവസം തല്ലാൻ കിട്ടിയാൽ മതി എന്നുള്ളതാ. അങ്ങനെ ഇരിക്കുമ്പോൾ നീയായിട്ടൊരവസരം കൊടുത്തു, അതുകൊണ്ട് അച്ചായനെ പിടിച്ചു. ഇനിയിപ്പോൾ എന്തൊക്കെ വരാതെ പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഈ ഭാഗം പണിക്കൊന്നും നിൽക്കണ്ടെന്ന്. ഒപ്പം കേട്ടില്ല, വെറുതെ പോയി മൊഴി കൊടുത്തേക്കുന്നു. അതിന് ഞാൻ അറിഞ്ഞു ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടെന്നു. ഈശ്വര, ഇന്ന് തന്നെ കെട്ടും കെട്ടി നാട്ടിലേക്ക് പോകേണ്ടി വരുമോ? മേ ബി, പറയാൻ പറ്റത്തില്ല. അമ്മാതിരി നോട്ടാണ് ഈ നാട്ടിലുള്ള എല്ലാവരും നിന്നെ നോക്കുന്നത്. ഈശ്വര, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, ഞങ്ങളില്ലേ. അവസരം വരുമ്പോ എങ്ങനെ 2 എണ്ണം എന്നിട്ട് ഓടിയാല് അതുണ്ടാവില്ല. കാണാം. ഈശ്വര, ഇങ്ങനൊരു നല്ല മനുഷ്യനാണോ ഞാൻ?
എന്നതാടെ ഇവിടെ സന്ധ്യാമ്പത്തിന് അലൂഷി ഇവിടെ എത്തുന്നു പറഞ്ഞിട്ട് എവിടെ വേൻ? ചാച്ചാ നായ നമ്മുടെ ചെക്കനെ വിട്ട് തരുന്നില്ല. എന്റെ കൊച്ചനെന്തേലും പറ്റിയ? ഇല്ല ചാച്ചാ, അവനൊന്നും പറ്റരുതില്ല. അവൻ ഞങ്ങൾ വേഗം കൊണ്ടുവരാം. എന്ന് എത്രയും പെട്ടെന്നാവട്ടെ. എനിക്കെന്റെ കുഞ്ഞിനെ കണ്ടിട്ട് ഉറക്കം വരത്തില്ല എന്ന് നിങ്ങൾക്ക് എല്ലാത്തിനും അറിയുന്നതല്ലേ. ഇച്ചായ നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കേ. അവൻ വല്ലതും കഴിച്ചിട്ടുണ്ടാവോ? എന്റെ കുഞ്ഞ് കഴിക്കാണ്ട് ഞാൻ ഒന്നും കഴിക്കത്തില്ല. ഇങ്ങനെ വാശി പിടിച്ച് എങ്ങനെ ശരിയാവാ? നിങ്ങളുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണ്ടേ? പണ്ട് മണ്ണിൽ കിടന്ന് കുറെ ഇഴഞ്ഞ ശരീരമാണ്. അതിന് അത്ര പെട്ടെന്നൊന്നും നശിക്കത്തില്ല. നീ അതുകൊണ്ട് പേടിക്കണ്ട. നീ വേണേ കഴിച്ച് കിടക്കാൻ നോക്ക്. ഇച്ചായം കഴിക്കാതെ അലൂഷി കഴിക്കാതെ ഞാൻ എന്ത് കഴിക്കാനാണ്? എനിക്ക് പറ്റത്തില്ല. നിനക്ക് ഒരുപാട് മരുന്നുകൾ ഉള്ളതാണ് മേരി. മര്യാദയ്ക്ക് പോയി കഴിക്കാൻ നോക്കിയേക്ക്. അമ്മച്ചി, ചാച്ചൻ കഴിച്ചോളും. അമ്മച്ചി വന്ന് കഴിക്കാൻ നോക്കിയേ. എടാ അലക്സി. ഇല്ല അമ്മച്ചി, അവനെ നമ്മ കൊണ്ടുവരും. വന്നിരുന്ന് കഴിച്ചേ. ഏതവളാടാ എൻ്റെ കൊച്ചിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തത്? അത് നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കാൻ വന്ന കൊച്ചായിരുന്നു അച്ചായ. ഓ, അപ്പം അതുകൊണ്ടാണ് അലൂഷിനെ അവൾക്ക് അറിയാത്തത്. അതെ. ആരോടും അവളെ ഉപദ്രവിക്കേണ്ടെന്ന് പറഞ്ഞേക്ക്. ശരി അച്ചായ. ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി എത്ര കാലാന്തരികോ അച്ചായ ഞാൻ കാത്തിരിക്കുന്നേ. നിന്നിങ്ങനെ കൈകളിൽ കിട്ടി ഇങ്ങനെ അടിച്ചടിച്ച് ചോര തൂറ്റിക്കുമ്പോ സന്തോഷാടോ സന്തോഷം. ഒരാൾ കയ്യും കാലും കേട്ടിട്ടടിക്കാൻ നല്ല രസമായിരിക്കും. നീ ഒന്ന് കയ്യും കാലിൻ്റെ ഒന്ന് അടിച്ചോക്കടാ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പ കാണാലോ ആരുടെ ചോരയാ തൂറ്റാന്ന്. എന്തേ, ധൈര്യമില്ലേ? അതോ എൻ്റെ കൈയും കാലൊഴിഞ്ഞാൽ നീ ചത്തുപോകും എന്നുള്ള പേടിയോ? അയ്യപ്പനെ ഉപദ്രവിക്കുന്നത് ഒരു തന്തില്ലാത്തതിന് വേണ്ടിയല്ലേ? എഴുതി വെച്ചോ, ഒരാഴ്ചക്കുള്ളിൽ നിന്നെ ഞാൻ കൊന്നിരിക്കും. അതിന് നീ ഇവിടുന്ന് ജീവനോടെ പോയിട്ട് വേടട പാട്ടി. സാർ, അലോഷി ഇറക്കാനായിട്ട് ഹൈക്കോർട്ടിൽ നിന്നും ബൈൽ ഓർഡർ വന്നിട്ടുണ്ട്. Damn it. ഇതെന്റെ നാളുകളാ. എണ്ണിയിരുന്നു. ഇനി നിനക്ക് വെറും 7 ദിവസം മാത്രം. അതിനുള്ളിൽ നീ നിനക്ക് ഇഷ്ടം പോലെ ചെയ്യട്ടോ. അച്ചായത് എണ്ണ കോലാണിത്. അവൻ ഇത്രയും അടിച്ചോ? അവനെ ഞാനിന്ന് വേണ്ട. അവനുള്ളത് ഞാൻ കൊടുക്കും. എൻ്റെ വക അതെനിക്ക് വീട്ടാനുള്ളതാ. അലോഷി വീട്ടിലോട്ടല്ലേ? വേണ്ട പാപ്പ, വീട്ടിലോട്ട് പോകണ്ട. ചാച്ചനെൻ്റെ ഈ മുഖം കണ്ട സഹിക്കൂല. അപ്പിനെ എന്ത് ചെയ്യും? ഞാൻ ആ സണ്ണിനെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കാന്ന് പറ. അതാവുമ്പോ ചാച്ചനത്തിൽ സന്തോഷമെങ്കിലും വരും. ശരി, എങ്കിൽ ഞങ്ങൾ പോണു. നിന്നെ അവര് കൊണ്ടുവന്നാക്കും. ശരി. അച്ചായ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ അച്ചായ. അവൾ ഒരുത്തുകാരനാണ്. അവളെ ഞങ്ങള് കൂട്ടുന്നുണ്ട്. അവളുടെ പേരെന്നാ? ജാനകി. നമ്മുടെ കോളേജിൽ തന്നെ ഫസ്റ്റ് ഇയർ ബികോം ഡിപ്പാർട്ട്മെന്റ്. അച്ഛൻ, അമ്മ, അനിയത്തി, മുത്തശ്ശി. അത്യാവശ്യം പണമുള്ള വീട്ടിലെയാ. ഫസ്റ്റ് ഇയർ അല്ലയോടാ. എന്നെ ആദ്യമായിട്ടൊരിക്കൽ അവൾ കണ്ടിട്ടുണ്ടാവാം. തന്റെ മുമ്പിൽ ഒരാളെ ഇടിച്ച് ചതക്കുന്ന കണ്ടപ്പോ പേടിച്ചാണ്. പോട്ടെ, അത് വിട്ടേക്ക്. എന്നാൽ അച്ചായ, അവള് കാരണല്ല അച്ചായന്റെ ഈ മുഖമൊക്കെ ഇങ്ങനെ ആയത്. എനിക്ക് നല്ല പ്രതികാരമുണ്ട്. ഞാനത് തീർക്കും. ഡാ, പെണ്ണിനോടല്ല വീര്യം കാട്ടേണ്ടത്. സോറി അച്ചായ. നീയൊക്കെ എന്നാ നോക്കിയിരിക്കുക? അടിക്കാനുള്ളതൊക്കെ പോയി സംഘടിപ്പിക്കേ. ആ ചായ ഇപ്പൊ പോയിട്ട് വരാം. പിന്നെ ജോർജി, ആ ചായ എനിക്കുള്ള ഫോട്ടോ വേണം. ശരി ചായ. അച്ചായ എന്നാ ഫോട്ടോ. ജാനി, ഇതെന്തിരിപ്പാണ്? കോളേജിൽ പോണ്ടേ? നിങ്ങ പൊക്കോ, ഞാനില്ല. എന്തില്ലാത്ത? എനിക്ക് പേടിയാണ്. ഇന്നലത്തെ പോലെ എല്ലാരും ഉറ്റു നോക്കിയാലോ? ഓ, അങ്ങനൊന്നും ഉണ്ടാവില്ലേടി. അത് ഇന്നലെ കഴിഞ്ഞത് കഴിഞ്ഞു. അതെല്ലാരും മറക്കും. നീ വന്നേ. അമ്മു,
പാറു പ്ലീസ് ഈ സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്ക്. അവരാരും മറന്നിട്ടുണ്ടാവില്ല. കാരണം അവരൊക്കെ ദൈവത്തിനെ പോലെ കാണുന്ന ആളാ. ഞാനിന്ന് പോകുന്നില്ല. ശരി, ഇന്ന് മാത്രം നീ മുടങ്ങിക്കോ. പക്ഷെ ഇതെന്നും ആക്കരുത്. എന്നിങ്ങനെ പേടിച്ചൊളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിനെന്നെ നേരണ്ടാവുള്ളൂ. അറിയാം, പക്ഷെ ഇന്ന് ഞാനിവിടെ ഇരിക്കാം. ശരി ശരി, ഹോസ്റ്റലിൽ തന്നെ ഇരിക്കണ്ട. ഇടയ്ക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ നോക്ക്. ശരി, ബൈ ബൈ ഡാ. ബൈ ഗൈസ്. ആവൂ, നേരം വെളുത്തപ്പോ ശരീരം ആകെ വേദന എടുക്കണം. അന്നമ്മ ചേട്ടത്തിനെ പറഞ്ഞയച്ചു കുഴിപ്പിക്കണോ? വേണ്ടി വരും. ആ തെണ്ടി എന്റെ കൈയും കാലും കെട്ടിയിട്ടാണ് അടിച്ചത്. അച്ഛൻ ഇതുപോലെ ഉപദ്രവിക്കാനായിട്ട് ഇത്രയും തരാന്ന് ആർക്ക് എവിടെ നിന്ന് കിട്ടി? അതെ, ഇതന്നെ ഞാനും വിചാരിക്കുന്നേ. ആരും അവന്റെ പിന്നിൽ കളിക്കുന്നുണ്ട്. ആരൊക്കെ കളിച്ചാലും ശരി, അവന്റെ ആയുസിന് 7 ദിവസമുള്ളൂ. അച്ചായ, ദേ ചാച്ചൻ വിളിക്കണ്. താ. ഹലോ ചാച്ചാ. എന്നതാടെ കഴിവേറി എന്റെ കൊച്ചിനവൻ അടിച്ചോ? അവനാ എന്റെ രോമത്തിൽ തൊടുന്ന് തോന്നുന്നുണ്ടോ ചാച്ചന്? എന്റെ മേത്തവൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അതെങ്ങനെ തീർക്കണ്ടേന്ന് നിനക്ക് ചാച്ചൻ പറയാണ്ട് അറിയാലോ? അറിയാ ചാച്ചാ, കൊടുക്കുന്നുണ്ട് ഒരു പണി ഞാൻ അവന്. വേഗം കൊടുത്തു വെച്ച് വീട്ടിലേക്ക് വരാൻ നോക്കുക. ഇല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കേണ്ട, ശരീരം ഉടഞ്ഞു പോകും. ശരി ചാച്ചാ, വേഗം എത്തും. ഒരു 7 ദിവസം. അപ്പൊ അവന്റെ ജീവന്റെ ആയുസ് 7 ദിവസമാണല്ലേ? ചെറുതായിട്ട്. നല്ല കാര്യം. മതി, ഇനി ഞാൻ സംസാരിക്കട്ടെ. ഡാ, അമ്മച്ചി, നീ ഇത് എവിടെയാ? വീട്ടിലേക്ക് വരുന്നില്ലേ? വരാം. ചെറിയൊരു പണിയുണ്ട്. പണി തീർത്തേച്ചും വരാം. വേഗം വരാൻ നോക്കണം. ശരീരം നോക്കേം വേണം. അതിനല്ലേ എനിക്ക് കൂട്ടിന് പിള്ളേരെ വിട്ടേക്കുന്നേ. അവന്മാര് നോക്കുന്നുണ്ട്. ആ കൊരങ്ങൻ കുട്ടികളെ കുറിച്ച് നീ എന്നെ ഓർമ്മിപ്പിക്കരുത്. അവര് നിനക്ക് കള്ളും കഞ്ചാവും വാങ്ങിച്ചു തരുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. ദൈവമേ, കള്ളോ കഞ്ചാവോ? ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അമ്മച്ചി. എന്ന അമ്മച്ചിയുടെ തലയെ തൊട്ട് സത്യം ചെയ്യടാ. അയ്യോ, അമ്മച്ചിയാണേ തലയിലൊന്നും തൊട്ട് സത്യം ചെയ്യാൻ പറയരുത്. കഞ്ചാവ് ഉണ്ടായിരുന്നില്ല, പക്ഷെ കള്ളു കുടിച്ചിരുന്നു. ഇനി ഒന്നും കഴിക്കാൻ നിൽക്കണ്ട. ഇല്ല, നിർത്തി, കുടിക്കുന്നില്ല. ശരി, അമ്മച്ചി വെക്കുവാ. വെച്ചോ. അമ്മച്ചിക്ക് നമ്മളെ കുറിച്ച് വലിയ മതിപ്പാണല്ലേടാ. പിന്നല്ലാണ്ട്. അലക്സി, ജീപ്പ് എടുക്കടാ. എങ്ങോട്ട് ചായ? നമുക്ക് മാർക്കറ്റിൽ പോവാം. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു മടുപ്പ്. ശരി ചായ. അല്ലോടുവേ ജോർജെ, നീ ആ കുട്ടിയുടെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നാർന്ന അച്ചായ. പക്ഷെ അച്ചായൻ അപ്പഴത്തിനും ഉറങ്ങിപ്പോയി. അപ്പൊ ഞാൻ ആ ഫോട്ടോ അവിടെ തന്നെ വെച്ചേക്കാണല്ലേ? അതെ. എല്ലാം 100 ഗ്രാം എടുത്താൽ മതി. ശരി. ഇന്നാ 500 രൂപ. ഇന്നാ. ദേ, എല്ലാം എന്റെ പിന്നാലെ വന്ന് നടക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാ നോക്ക്. ഓ ശരി അച്ചായ. എന്തിനാട് കൊച്ച നീ ഇങ്ങനെ വയ്യാർക്കണത്? ഞാനൊന്നും അറിയാണ്ട, മനഃപൂർവ്വമല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ. എന്നതറിഞ്ഞിരുന്നെങ്കില്? അത് തന്നെ, നിങ്ങളിവിടുത്തെ അച്ചായനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. എന്നതാടി ശ്വാസം ഇങ്ങനെ വലിക്കുന്നേ? വയ്യേ നിനക്ക്? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, ഞാൻ പൊക്കോളാം. എന്നെ വിട്ടാ മതി. സോറി. പൊക്കോ. പിന്നെ അച്ചായ, സോറി, ഐ എം റിയലി സോറി. എന്തിന്? എന്തേലാവട്ടെ, നീ പോ. ശരി. എന്താ ഒച്ചയും ബഹളം? ഒന്നുമില്ലടവേ, ഒന്ന് വീഴാൻ പോയതാ. നമുക്കിനി അങ്ങോട്ട് പോവാ. എന്നിട്ട് എന്നതേലും പറ്റിയോ? പറ്റിയാ ഞാൻ ഇങ്ങനെ പാറ പോലെ നിക്കോ. വാ, അങ്ങോട്ട് പോവാ. ഓ വരൂ അച്ചായ. ഇവൾക്കിതെന്താ പറ്റിയേ? ആർക്കറിയാം. വന്നപ്പോ തൊട്ട് തുടങ്ങിയത് ഈ വെള്ളം കൂടി. എന്റെ പൊന്ന ജാനി, നീ ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരിക്കാണ്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. എന്നാലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവൂ. ഞാൻ ആ അച്ചായനെ കണ്ടു. എവിടെ വെച്ച്? ആ മാർക്കറ്റില്. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടി ഒരുമിച്ച് വീണു. ഈശ്വര, എന്നിട്ട് അയാൾ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. ഞാൻ കുറെ സോറി പറഞ്ഞു പോന്നു. ഈശ്വര, പുള്ളിയെ കണ്ടിട്ട് നിനക്ക് എന്നിട്ട് എന്ത് തോന്നി? അയ്യോ, ആ പോലീസ് ഒരുപാട് അടിച്ചിട്ടുണ്ട്. മുഖമൊക്കെ കുറേ പൊട്ടിട്ടുണ്ട്. ചുമന്ന് കിടക്കുന്നുണ്ട്. ഞാൻ കാരണമല്ല അതൊക്കെ പറ്റിയത്. എനിക്ക് സങ്കടം വരുന്നു. അയ്യേ, ഞങ്ങളുടെ ജാനി ഇങ്ങനെ തൊട്ടാടിയായിരുന്നോ? അച്ചോടാ, കരയല്ലേ, പോട്ടെ, നമുക്കറിയാണ്ടല്ലേ. നീ ഇപ്പൊ സോറി പറഞ്ഞില്ലേ, പുള്ളി ഫോർഗീവ് ചെയ്തോളൂ. ഓക്കെ? അതെ, എന്റെ ജാനിക്കുട്ടി കരയല്ലേ. ജാനിക്കുട്ടി കരഞ്ഞ ഞങ്ങൾക്കൊക്കെ വിഷമാവില്ലേ? എന്നാലും ഞാൻ കാരണം ആർക്കും ഒരിക്കലും സങ്കടം ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പെട്ടെന്ന് ഞാൻ കാരണം ആൾ ഇത്ര അടി വാങ്ങിച്ചെന്ന് കേട്ടപ്പോ, അതും ഇത്ര ഒരു നല്ല മനുഷ്യന്. സാരില്ലടി, അത് അറിയാണ്ടല്ലേ. നീ ഇനി ഇത് ആലോചിക്കണ്ട. വന്നേ, നമുക്ക് ഭക്ഷണം കഴിക്കാം.
അതെന്നാത്തിന് ആ കൊച്ചിനോട് സോറി സോറി പറഞ്ഞുകൊണ്ടിരുന്നത്? ഇനി ആ കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ആ അച്ചായ ദേ എടുക്കാണ്ട് വെച്ചാ ഫോട്ടോ. അതാ ഓ, അപ്പൊ ഇത് കാരണമാണ് സോറി സോറി പറഞ്ഞത്. കൊള്ളാം, തൻ്റെടിയാണ്. ഒന്നില്ലെങ്കിൽ അത്രയും ഫസ്റ്റ് ഇയേഴ്സ് വന്നതിൽ അവള് മാത്രല്ല ധൈര്യം കാണിച്ചോളൂ. ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ എൻ്റെ ഭാവി ഭാര്യയെക്കുറിച്ച്. ആദ്യം തന്നെ അവളെ കുറിച്ചൊന്ന് അറിയണം, എന്നിട്ട് വേണം എൻ്റെ പിന്നെ അവളുടെ കഴുത്തിൽ തന്നെ വീഴുമെന്ന് നോക്കാൻ. ഡയലക്സി, ആ പെൺകുട്ടിയെ കുറിച്ച് കുറച്ച് നല്ല ഡീറ്റെയിൽസ് എനിക്ക് വേണം. കുറച്ച് ആഴത്തിലോട്ട് പോക്കോട്ടെ. ആ ശരി അച്ചായ. ജാനകി, പ്രിൻസിപ്പാൾ വിളിക്കുന്നുണ്ട്. ആ ഓക്കെ ടീച്ചർ. സാർ, മേ ഐ കം ഇൻ? യെസ് ജാനകി, വരൂ. അച്ചായൻ. വരൂ ജാനകി, ഇരിക്കൂ. വേണ്ട, ഞാൻ നിന്നോളാം. ഹാ, അച്ഛനൊരു കാര്യം പറയുമ്പോ അത് ചെയ്യാണ്ടിരിക്കാൻ പാടുണ്ടോ? വന്നിരിക്കടി. എന്താണ് ജാനകി, പഠിക്കുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ? അയ്യോ, ഞാൻ നന്നായിട്ട് പഠിക്കും. 3 ദിവസമല്ലായിട്ടുള്ളൂ കോളേജ് ചേർന്നിട്ട്, അതുകൊണ്ടാ. ആ, അപ്പൊ പഠിച്ചിട്ട് എന്താവാനാണ് ആഗ്രഹം? എനിക്ക് ടീച്ചർ ആവാനാ. ആഗ്രഹം മാത്രമാണോ അത് ഉറപ്പായിട്ടാവോ? ഉറപ്പായിട്ടാവും. ഇനി സാറിന് പോവാ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. ആ ശരി സാറേ. അപ്പൊ ജാനകി, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ എന്നെ പോലീസിനെ ഏൽപ്പിച്ചത്? സത്യമായിട്ടും അപ്പൊ എന്താ അവിടെ നടക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അപ്പോ ഒരു ടീച്ചർക്ക് വേണ്ട ക്വാളിറ്റി ആണത്. അവിടെ എന്താ സംഭവിച്ചെന്ന് ആദ്യം അറിഞ്ഞിട്ട് വേണ്ടേ അവിടെയുള്ള ആളെ കുറ്റപ്പെടുത്താൻ? എടുത്തു ചാടിയതാ, അറിയാം. ഞാൻ അതിന് ഒരുപാട് സോറി പറഞ്ഞില്ല. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ കാര്യഗൗരവമുള്ള വിഷയത്തിലോട്ട് വാ. എന്റെ ഈ ശരീരം കൊണ്ടോ ചതച്ചു വെച്ചിരിക്കുന്നത്? ഏയ്, കരയല്ലേ? സോറി, ഒരുപാട് വേദന എടുത്തു എന്നറിയാം ഞാൻ കാരണം. സോറി. അയ്യേ, ആ പോലീസിനൊക്കെ എന്റെ പേര് പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര ബോൾഡ് കുട്ടിയായിരിക്കുന്നു. ഇതിപ്പോ തൊട്ടവാടിയാണല്ലോ എടിയെ. കിടന്ന് കരയിലേടി. നാളെ എന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? എന്റെ ചാച്ചനും അമ്മച്ചിക്കും നിന്നെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടായി, നിന്റെ ബോൾഡ്നെസ്. അതുകൊണ്ട് അവർക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. പേടിക്കൊന്നും വേണ്ട, വീട്ടിൽ കൊണ്ടുപോയി തല്ലാനൊന്നുമല്ല, സ്നേഹിക്കാനാ. ഞാനില്ല. ശരി, വേണ്ടെങ്കിൽ വേണ്ട, നിർബന്ധിക്കുന്നില്ല. എപ്പോഴെങ്കിലും വേണ്ടെന്ന് തോന്നിയാ വാ. യു ആർ ഓൾവേസ് വെൽക്കം ദർ. പിന്നെ ട്രൈ ഹാർഡ്, പഠിക്ക്, ടീച്ചറായിട്ടൊക്കെ വാ. ശരി. ശരിയെങ്കിൽ എന്നതാണേലും ഇമ്മാതിരി കരച്ചില് വേറെ ആണുങ്ങൾ എടുത്ത് നീ കരയരുത്, കേട്ടല്ലോ. സ്ട്രോങ് ആയിട്ട് നിൽക്കണം. കാരണം നിന്റെ ഒരൊറ്റ കണ്ണീര് മതി മറ്റുള്ളവര് നിന്നെ പെട്ടെന്നില്ലാണ്ടാക്കും. കരയാണ്ട് തൻ്റെ അടുത്തോട് കൂടി നിന്ന് നോക്കി ആരും തൊടത്തില്ല. പ്രിൻസ് നിന്നെ ക്ലാസ്സിലോട്ട് വിളിച്ചപ്പോ തൊട്ട് നിന്റെ മുഖം ഇങ്ങനെയാണ്. എന്തു പറ്റി മോളെ? അതെ, സംതിങ് ഫിഷി. വേഗം പറഞ്ഞു. അതൊന്നുമില്ല, നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്കി. എന്താണ് ക്ലാസ് ഉള്ളതല്ലേ? ഞങ്ങളെ കിടത്തി ഇറക്കിട്ട് ആരെ സ്വപ്നം കാണാൻ പോണ്? അയ്യോ, അങ്ങനെ ഒന്നുമില്ല, 2 എണ്ണം പോയി കിടന്ന് ഉറങ്ങിയേ. നടക്കട്ടെ. എന്നതാണേലും ഇമ്മാതിരി കരച്ചില് വേറെ ആണുങ്ങൾ എടുത്ത് നീ കരയരുത്, കേട്ടല്ലോ. സ്ട്രോങ് ആയിട്ട് നിൽക്കണം. കാരണം നിന്റെ ഒരൊറ്റ കണ്ണീര് മതി മറ്റുള്ളവര് നിന്നെ പെട്ടെന്നില്ലാണ്ടാക്കും. കരയാണ്ട് തൻ്റെ അടുത്തോട് കൂടി നിന്ന് നോക്കിയേ ആരും തൊടത്തില്ല. അച്ഛൻ ക്ലാസ്സിലോട്ട് കയറി വരണേ. എവിടെ? നമസ്കാരമുണ്ട് പിള്ളേരെ. നിങ്ങളുടെ ഫസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് നിങ്ങളെ ക്ലാസ് എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം നിങ്ങൾക്കറിയാലോ, ഒരു ചെറിയ അടിപിടി കേസിൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു. എന്നെ പിടിച്ചെടുത്ത ആളെ ഞാൻ ഇന്ന് സ്മരിക്കുന്നു.
ബൈ ദ വേ അലോഷ്യ മാത്യു, നിങ്ങളുടെ ബിസിനസ് മാനേജ്മെന്റ് പ്രൊഫസർ. പ്രൊഫസറാ? എന്റെ ദൈവമേ, കണ്ടാ പറയോ? അയിനോ എന്നെ കണ്ടാ പറയത്തില്ല, ഒരു നാടൻ അച്ചായൻ അല്ലയോ? അതെ ഡേടാ, ഞാൻ നാടനൊന്നല്ല, ഞാൻ ന്യൂജനാ. പിന്നെ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഈ ബിസിനസ് മാനേജ്മെന്റ് എന്താന്ന് പറഞ്ഞാല് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ഒപ്പം കൺട്രോളിങ് എന്ന 4 പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്ന പ്രക്രിയയാണ്. അതായത് ഒരു ബിസിനസ് വിജയകരമായി നടത്താൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരും. നിങ്ങൾക്കൊക്കെ ബിസിനസ് ചെയ്യാൻ വലിയ മൂഡുണ്ടെങ്കിൽ ഇത് പഠിച്ചാൽ മതിയെന്ന് പെട്ടെന്നായിക്കോളും. പക്ഷെ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം, എന്നെ പോലെ. സാറ് ഭയങ്കര ഫണ്ണിയാണല്ലേ? അതെ അതെ. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ സ്റ്റാഫ് റൂമിൽ വന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ശരി, നമുക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ സാറിന്റെ അടുത്തേക്ക് ചെല്ലാം. എന്തിന്? എടി, സാറിന് ഒറ്റയ്ക്ക് കിട്ടുന്ന സമയല്ലേ, വായ നോക്കാലോ. ആ, അത് പറഞ്ഞ ശരിയാ, വേം വാ. വാ. ഈ പെണ്ണുകൾക്ക് എന്താണിത്? അത് ഈ ഭംഗിയുള്ള പ്രൊഫസറിനെ കാണുമ്പോ പെൺപിള്ളേർക്ക് അങ്ങനെയാ. അല്ല, നീ എന്തീ നോക്കിയിരിക്കുന്നേ? എനിക്ക് സ്റ്റാഫ് റൂമിൽ പോണം. എന്തിന്? ഒരു കാര്യമുണ്ട്. ആ, ചെല്ല്. സാറ് ഇത് നേരത്തെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എവിടെ? ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, അപ്പൊ മനസ്സിലാവും. ഇത് ഏറ്റവും സിമ്പിൾ ഭാഗമാണ്. ശ്രദ്ധിച്ചതാണ് സാർ, പക്ഷേ അങ്ങോട്ട് കേറുന്നില്ല. പറഞ്ഞുതരാം. സാർ, മേ കം ഇൻ? ആ, ജാനകി വരൂ. സാർ, എനിക്കും കുറച്ച് ഡൗട്ട് ഉണ്ട്. ആഹാ, അപ്പൊ ഞാൻ പഠിപ്പിക്കുന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല, എല്ലാവർക്കും ഡൗട്ടാണല്ലോ. അയ്യോ ഉണ്ട് സാർ, പക്ഷെ കുറച്ച് പോർഷൻ മാത്രം. ഓക്കെ. ജാനകി ഏത് ഭാഗ? ഇവർ ചോദിച്ച ഭാഗം തന്നെയാ. ഓ, ഓക്കെ, താങ്ക് യു. കഴിഞ്ഞു, പൊക്കോ. താങ്ക് യു സോ മച്ച് സാർ. യെസ്, താങ്ക് യു സാർ. യാ. ഒരു താങ്ക് യു പോലും പറയാണ്ട് പോയല്ലോ. ഹോ, ആ ജാനകി കാരണം ഒന്നും നടന്നില്ല. സത്യം, ആ പെണ്ണ് എവിടെ നിന്ന് കയറി വന്നാണാവോ? ജാനകി, ഒന്നവിടെ നിന്നേ. എന്താ സാർ? ഇത്രയും പഠിപ്പിച്ചായി തനിക്ക് എങ്ങനെ സിമ്പിൾ പോർഷൻ ഡൗട്ട് വന്നത്? അത് എന്നതാടി, സത്യം പറ. അത് പിന്നെ സാറിന്റെ അടുത്തോട്ട് അവര് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതല്ല. പിന്നെ അവര് സാറിനെ വളയ്ക്കാൻ നോക്കിയതാ. അതിന്? സാറിനെ അവര് അൺകംഫർട്ടബിൾ ആക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇടപെട്ടേ ഉള്ളൂ. ഓഹോ, ഇത്ര നല്ല കാര്യങ്ങളൊക്കെ ജാനകി ചെയ്യോ? എനിവേ, താങ്ക് യു. എന്തായാലും എന്നെ സഹായിച്ചതല്ലേ, ഒരു കോഫി കുടിച്ചാലോ? അയ്യോ വേണ്ട, എനിക്ക് ഹോസ്റ്റലിൽ കയറണം, സമയാവാനായി. എന്നാ പിന്നെ വാട്ട് അബൌട്ട് സൺഡേ, സാറ്റർഡേ? അയ്യോ, അത് ഒരു ടീച്ചർ സ്റ്റുഡന്റിനെ കോഫി കുടിക്കാൻ വിളിക്കുന്ന തെറ്റൊന്നുമില്ല. ശരി, വരാം. കോളേജ് ഗ്രൂപ്പിൽ എന്റെ നമ്പർ ഉണ്ടാവും, അതെടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി, ഡേറ്റും ടൈമും. ഓക്കെ അച്ചായ. അല്ല, ഓക്കെ സാർ. അച്ചായെന്ന് വിളിച്ചോ? സാരില്ല, ക്ലാസിന്റെ ഉള്ളിൽ സാറെന്ന് വിളിച്ചാൽ മതി. എങ്ങനെയാ, ഈ സീക്രട്ട് നമുക്കുള്ളിൽ തന്നെ. ഓക്കെ. മഴ ആസ്വദിക്ക? അല്ല, കൊട എടുക്കാൻ മറന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ്? ഓരോ കൊടയെ കൊണ്ടുവന്നുള്ളൂ, രണ്ടുപേരും ഒരുമിച്ച് പോയി. ഇനി ഒരാൾ അവിടെ ആക്കിയിട്ട് അടുത്ത ആൾ വരുമ്പോ എന്നെ കൊണ്ടുപോകും. ഓ, എന്നതാടി, എന്നാ ഈ കൊട പിടിച്ചോ, നീ കൊണ്ടുപോയിട്ട് നാളെ കൊണ്ടുവന്നാ മതി. അപ്പൊ അച്ചായന്? പിന്നെ മഴ കൊണ്ട പനി വരുന്ന ശരീരമല്ല നീ, ഞാൻ ചുമ്മാ എടുത്തു വെച്ചെന്നുള്ളൂ. നീ വേണമെങ്കിൽ ചൂടി പൊക്കോ, നാളെ തന്നാ മതി. അയ്യോ, അത് വേണ്ട. അത് വേണം, പോ ചെല്ല്. அந்நடக்கும் நிழலுக்குள் நீ நடக்க சம்மதமா? நீராக நாயிருந்தால் போன் நெத்தில நாயிறங்கி கூறான உன் நெஞ்சில் குதிச்சேங்க குடியிருப்பேன். ஆனா வீணா போனேன் கிளியே, ஆலம் கிளியே, குயிலே, அழகான ராட்சசியே, அடி நெஞ்சு குதிக்கிறியே, முட்டாசு வார்த்தையிலே பட்டாசு வெடிக்கிறியே. കുട്ടനാട് പോലീസ് സ്റ്റേഷനിലെ SI സണ്ണി കുര്യൻ ഇന്നലെ രാത്രി ബാത്റൂമിൽ വഴുതി വീഴുകയും തലയ്ക്ക് സാരമായി പരിക്ക് വരികയും മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണത്തെ എല്ലാവരും വേദനയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്.
വേദനയോടെ നോക്കി കാണുന്നത്. എടാ ഒരു ക്ലാസ് ഒഴിച്ചേടാ. അച്ഛൻ പറഞ്ഞ പിന്നെ അപ്പീലില്ല. എന്ന് അച്ഛായ കുട്ടിക്ക് എന്റെ പൊന്നടാവേ എത്ര കൊടുത്തു എന്നറിയോ ഈ മരണം ഇങ്ങനെ ആക്കിയെടുക്കാൻ? കൊടുത്തെങ്കിൽ എന്താ, നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. അതെ അതെ, അവനെപ്പോലെ ഒരു അമ്മേനെയും പെങ്ങളെ തിരിച്ചറിയാത്തവൻ ഈ ലോകത്ത് ജീവിച്ചെന്നിട്ട് ഒരു കാര്യമില്ല. എടാ അലക്സി, എന്നെ ചായ എനിക്ക് എന്റെ പെണ്ണിനെ കാണാൻ തോന്നടാ. അതിന് നിങ്ങൾ എപ്പോഴാ കമ്മിറ്റഡ് ആയത്? അതായില്ല, പിന്നെ അതെങ്ങനെ അച്ചായച്ചന്റെ പെണ്ണായത്? അതെനിക്കറിയാം. അവളുടെ കണ്ണിലുണ്ടല്ലോ ഇങ്ങനെ കുടിച്ചിട്ട് കിളിവായിരിക്കണ്. അങ്ങനെ ആ റൂമിൽ കിടത്താൻ നോക്കുക. ഡാ, ഞാൻ ഹോസ്റ്റലിൽ ചാടുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? വളരെ മോശം അഭിപ്രായം. അവിടുത്തെ സ്റ്റാഫ് എങ്ങനെ കണ്ട അച്ഛൻ്റെ പണി പോവും. കാണാതെ ചാടാലോ. എന്റെ അച്ചായ നിങ്ങൾ എന്താലോചിച്ചിട്ട് ഈ പറയുന്നത്? ഒരാഴ്ചക്കുള്ളിൽ പ്രണയം ഉണ്ടാവോ? എടാ ഡാനി, ഒരാൾക്ക് ഒരാളോട് പ്രണയം തോന്നാൻ സമയവും കാലവും സന്ദർഭമൊന്നും വേണ്ട. ഒരു ചെറിയ നിമിഷം മാത്രം മതി. എന്റെ ദൈവമേ, നമ്മുടെ അച്ഛന് ഇത്ര റൊമാൻസാ. എന്നതാണല്ലോ അതിനെ പിടിച്ച് റൂമിലിടാൻ നോക്ക്. ഇപ്പൊ എന്തായാലും അങ്ങനെ എങ്ങോട്ടും വിടണ്ട. അലോഷിനെ തടയാൻ നിങ്ങളൊന്നും ആയിട്ടില്ല. മാറിക്കടാ, ഞാൻ എന്റെ കൊച്ചിനെ കാണട്ടെ. കർത്താവേ, ഇനി എന്നാ ചെയ്യും? വാട, വണ്ടി എടുക്ക്, പോവാ. ജാനകി, ജാനകി, എടി പെണ്ണെ, പാലോർന്നേ. ഈശ്വരാ, എടി അച്ചാന്റെ സൗണ്ടല്ല കേൾക്കുന്നത്. ആ അതെ, ജാനകി, നിന്നെ അടി വിളിക്കുന്ന അച്ഛന്ന് വാതിലോർക്ക്. ആ എന്റെ കൃഷ്ണ, പാടം വലുതും കാണോ? ഞങ്ങൾക്കറിയത്തില്ല, നീ ഒന്ന് ചെല്ല്. അച്ചായ. ആരിത്? എന്റെ ജാനകി കുട്ടിയല്ലേ? അയ്യോ പതുക്കെ, ആരെങ്കിലും കേക്കും. ആരും കേക്കത്തില്ല. അച്ചായ, നിങ്ങൾക്ക് ഇത് എന്തു പറ്റി? അച്ഛനല്ല ഇച്ചായൻ. നീ എന്നെ ഇച്ചായെന്ന് വിളിച്ചാ മതി. ഞാൻ ഒരു ഇച്ചിരി 2 ബോട്ടിൽ ഫുള്ള് കള്ളു കുടിച്ചു. വേറെ ഒന്നും കുടിച്ചിട്ടില്ല. എടി അതിനവിടെ നടത്തേണ്ട, അകത്തേക്ക് കൊണ്ടുപോവാ. എടി നിങ്ങൾക്ക് പണിയാവില്ലേ? ആ സാരില്ല, ഞങ്ങൾ പുറത്ത് ഇറങ്ങി നിൽക്കാം. നിങ്ങൾ എന്താന്ന് വെച്ചാൽ സംസാരിക്കേ. ആ ശരി. എന്താണ് അച്ചായ ഇപ്പൊ വന്നത്? ഇച്ചായൻ മാറ്റി പറ. ഓ ഇച്ചായ, നിങ്ങളിപ്പോ എന്തിനിങ്ങോട്ട് വന്നത്? ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചോദിക്കേ. ഇത് വേണ്ട, ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇതെന്താ? മോതിരം. ഞാൻ നിന്നെ ഇപ്പൊ പ്രപ്പോസ് ചെയ്യാൻ പോവാ. മൈ ഡിയർ ജാനകി, വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട്? വിൽ യു മാരി മീ? നിന്നെ കണ്ടാന്ന് മുതൽ എനിക്ക് ഇഷ്ടമായതാണ്. പക്ഷെ എങ്ങനെ പറയും? ഒറ്റ ഡേ കൊണ്ട് ഇഷ്ടമാന്ന് പറഞ്ഞാൽ നീ എന്നെ റിജക്ട് ചെയ്താലോ? അതുകൊണ്ട് 7 ദിവസം വെയിറ്റ് ചെയ്തു. 7ാമത്തെ ദിവസം ഞാൻ എന്താ പറഞ്ഞു. ഇച്ചായ, നിങ്ങൾക്ക് വട്ടാണോ? യെസ്, ഐ ആം മാഡ് ഇൻ ലവ് വിത്ത് യു. എടോ പ്രൊഫസറെ, കളിന്റെ പുറത്ത് ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങി പോവാൻ നോക്കിയേ. എന്റെ അമ്മച്ചിക്ക് ശേഷം എനിക്ക് വേണ്ടി ആരെങ്കിലും കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെയാ. അന്ന് അമ്മൂരുകൾ കണ്ടിട്ട് നീ കാരണം എനിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞ് നീ ഒരുപാട് ഇരുന്ന് കറങ്ങി. ദാറ്റ് മൂമെന്റ് ഐ ഫാൾ ഫോർ യു. അലോഷിക്ക് കള്ളം പറയാൻ അറിയത്തില്ല. അലോഷി നല്ല കുടുംബത്തിൽ പിറന്ന നല്ല സത്യസന്ധനായ മകനാണ്. ഇനി അതേപോലെ ഒരു നല്ല കാമുകനും ഭർത്താവാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് കള്ളിന്റെ പുറത്തോ അടിച്ചേൽപ്പിക്കാനോ പറയുന്നതല്ല. ഇഷ്ടമാവും ഒരുപാട്. ഇനി നിന്റെ ചോയ്സാണ്. എന്ത് തന്നെയാണേലും നാളെ പറയണം. എന്നിട്ട് എന്താണ് മോളെ ചെയ്യാൻ പോണത്? ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാനത് എടി, നല്ല ഓപ്ഷനാണ്. അച്ഛനെ പോലെ ഒരു നല്ല മനുഷ്യനെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണം. അത് ശരിയാണ്. എന്നാലും എന്തായാലും നിന്റെ ചോയ്സ് ആണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും നിന്നെ നിർബന്ധിക്കില്ല. നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നീ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ വീട്ടിലെ സീനാവില്ലേ? എടി, പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം. അതെ, കുടുംബക്കാരെ പേടിച്ച് ലൈഫിൽ ഏറ്റവും നല്ല മൂവ്മെന്റ് നീ ഇല്ലാണ്ടാക്കരുത്. യാ എക്സാക്ട്ലി. അച്ഛനെ പോലുള്ള ഒരാളാവുമ്പോൾ എന്തായാലും ഒളിച്ചോടി ഞാൻ കല്യാണം കഴിക്കില്ല. അദ്ദേഹം നിന്റെ വീട്ടിൽ വന്ന് കാര്യം പറയും, എന്നിട്ട് വിളിച്ചിറക്കി കൊണ്ടുവരും. ഷോ, പെടിനെ നാണം നോക്കിയേ. ദീദി, അച്ചായൻ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? മാനേജ്മെന്റ് is a process that involves performing several functions to achieve the goals of an organization. The main functions are planning, organizing, staffing, directing, and controlling. First, though, planning managers decide in advance what to do and how to do it. Next, organizing helps to arrange people and resources properly to carry out the plan. After that, staffing ensures that the right people are selected, trained, and placed in the right jobs. Thank you. See you next class. എടി, മൂപ്പർക്ക് എന്താ പറ്റിയത്? ഇത്ര
ഇത്ര നേരമായിട്ട് പുള്ളി അവളുടെ മുഖത്തൊന്ന് നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. സത്യം, ഇന്നലെ കള്ളുടിച്ച് വന്ന മനുഷ്യനേ അല്ല ഇപ്പോ. ജാനി, നീ ഓക്കെ അല്ലേ? ആ, ഞാൻ ഓക്കെ. സാർ, മേ ഐ കം ഇൻ? യെസ്. സാർ, ഐ ഹാവ് സം ഡൗട്ട്സ്. ആക്ച്വലി ജാനകി, ഞാൻ കുറച്ച് ബിസിയാണ്, നാളെ വരും. ഓക്കെ സാർ. ഇച്ചായ, ഇച്ചാനിപ്പോൾ ഫ്രീ ആണെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഫ്രീ അല്ല. ഓക്കെ, എന്നാ നാളെ വരാം. ആ, യാ. ഇപ്പൊ ഫ്രീ ആണോ ഇച്ചായ? അല്ലടോ. ഓക്കെ. സോറി, ഐ ആം ലേറ്റ്. കോഫി വേണോ അതോ ടീ വേണോ? എനിക്കൊന്നും വേണ്ട. പിന്നെ എന്തിനാ വിളിച്ചത്? എനിക്ക് കുറച്ച് സംസാരിക്കണമായിരുന്നു. എനിക്കിപ്പോൾ സമയമില്ല. നിങ്ങൾക്ക് എന്താ സമയമില്ലാത്ത? ഇച്ചായ, നിങ്ങൾ എന്തിനാ എന്തെങ്കിലും അവോയ്ഡ് ചെയ്യുന്നേ? ഡേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കിടന്ന് മോങ്ങരുതെന്ന്. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങളെ മുഖത്തൊക്കെ രണ്ട് പൊട്ടിക്കട്ടെ? നിങ്ങൾക്ക് സത്യത്തിൽ എന്താ ഇച്ചായ പറ്റിയത്? എന്നെ വന്ന് കണ്ട അന്ന് മുതൽ ഈ ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല. എന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഞാനാണ് കള്ളുടിച്ച് നിങ്ങളുടെ ഹോസ്റ്റലിൽ കയറി വന്ന് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? അതോ നിങ്ങൾക്ക് ഇപ്പം എന്നോട് ഇഷ്ടമില്ലേ? അതോ നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോ? ഏയ്, അറിയാതൊന്നും പറയാൻ നിൽക്കരുത്. പിന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കി എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ വന്ന ഇഷ്ടം ഞാൻ ഒളിച്ചു വെച്ചോളാം. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നേ? വേണ്ട, ഇനി എന്നെ കെട്ടിപ്പിടിക്കണ്ട. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. ഞാൻ മിന്നെ കെട്ടാൻ പോണ എന്റെ പെണ്ണ് എന്നോട് ഇങ്ങനൊന്നും പറയാൻ പാടില്ല. നിങ്ങളുടെ മറ്റവളെ പോയി മിന്നു കേട്ട് എന്നെ ഇത്രയും വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് മിന്നു കേട്ടോളൂ അല്ലേ? ഞാൻ കഴുത്ത് നീട്ടി തരാം. അയ്യോ എന്റെ പെണ്ണെ, ഞാൻ പറയുന്നതൊന്ന് മുഴുവനായിട്ട് കേൾക്ക്, എന്നിട്ട് ബാക്കി കരയാം. വേണ്ട, എനിക്കൊന്ന് കേക്കണ്ട. ശരി, കേക്കണ്ട, ഞാൻ പോണു. പറഞ്ഞിട്ട് പോയാ മതി. എന്താ? വെറും 7 ദിവസം കൊണ്ട് എന്റെ ഇഷ്ടം പറഞ്ഞ ഒരാളാണ് ഞാൻ. അതേ ഇഷ്ടം എന്റെ പെണ്ണിന് എന്നോട് ഉണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നില്ല. കള്ളിന്റെ കെട്ടുവിട്ടപ്പോഴാണ് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ മനസ്സിലാക്കിയത്. നിന്നോട് വന്ന് മാപ്പ് പറയണോ അതോ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയണോ, എങ്ങനെ നിന്നെ ഫേസ് ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തലയിലൂടെ ഓടി. അപ്പൊ ഞാൻ കരുതി നിനക്ക് കുറച്ച് സമയം തരാം, നിനക്ക് അതേ ഫീലിങ്സ് ഉണ്ടോന്ന് നീ അതെന്നെ മനസ്സിലാക്കിയെടുക്കട്ടെ എന്ന് കരുതി. അതിനു വേണ്ടിയാണ് ഈ ഒരാഴ്ച ഞാൻ നിനക്ക് തന്നത്. പക്ഷെ അത് നിനക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വേണേ. ഇനി ചത്താലും ഈ കൈ ഞാൻ വിടില്ല. ഈ അലോഷി മാത്യു കൊമ്പനാലിന്റെ താലി ഇനി ആരെങ്കിലും കഴുത്തി വീഴുന്നുണ്ടെങ്കിൽ അതുതാ ഈ ജാനകിയുടെ കഴുത്തിലായിരിക്കും. ശരി, കല്യാണം കഴിച്ചത് എന്നെ നിങ്ങൾ എങ്ങനെ നോക്കും? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കി നിനക്ക് വാരിത്തരാം. നീ ഇതുവരെ പോകാത്ത സ്ഥലങ്ങളിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും. നീ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി അപ്പുറത്തിരുന്ന് കഷ്ണങ്ങൾ എണ്ണി തരും. രണ്ടെണ്ണം അഴിച്ച് സുഖമായിട്ട് ഉറങ്ങാന്ന് വിചാരിക്കുമ്പോൾ നിന്നെയും കൂട്ടുപിടിച്ചിരുത്തി നിന്നോട് 2 വർത്താനം പറഞ്ഞ് ഒരുമിച്ചിരുന്ന് അടിക്കും. നീ നിന്റെ വിഷമങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാനത് കാതോർക്കും. നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളെ ഞാനും വെറുക്കും. നീ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കൂടെ നിന്ന് നിന്നെ സഹായിക്കും. നീ ഉറക്കം വരാതെ കിടക്കുന്ന നാളുകൾ നിനക്കായി താരാട്ട് പാട്ട് പാടും. നിന്നെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുമ്പോൾ, നീ നാണത്താൽ നിന്റെ മുഖം താഴ്ത്തുമ്പോൾ നിന്റെ അധരങ്ങളെ ഞാൻ സ്വന്തമാക്കും. വഴക്കിട്ടിരിക്കുമ്പോൾ ഒരു 10 വയസ്സുകാരിയെ പോലെ നീ എൻ്റെ മുമ്പിൽ കിടന്ന് ചുണങ്ങുമ്പോൾ നിന്നെ വാരിയെടുത്ത് എൻ്റെ മടിയിൽ വെച്ച് ഞാൻ താരാട്ടും. ഇതിനുമപ്പുറം നീ എൻ്റെ ശരീരത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവനായി ഞാൻ നിനക്ക് നൽകും. പിന്നെ നമ്മുടെ അവസാന നാളുകളിൽ ആദ്യം മരിക്കാൻ ഞാൻ ശ്രമിക്കും. എങ്കിലേ മരിച്ചു കഴിഞ്ഞ് നീ വരുമ്പോൾ നിനക്ക് വേണ്ടി എനിക്കിവിടെ കാത്തിരിക്കാൻ സാധിക്കൂ. നമുക്കിപ്പൊ കല്യാണം കഴിക്കിച്ചായ? പിന്നെന്താ, നമുക്കിത് വീട്ടിൽ പറയാം. അങ്ങനെ ഞങ്ങൾ 5 വർഷം സ്നേഹിച്ചു. ഇച്ചാൻ്റെ വീട്ടിൽ എല്ലാവർക്കും സമ്മതം, എല്ലാവർക്കും എന്നെ ഇഷ്ടമായി. പക്ഷെ ഇവിടെ വന്നപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല. മതത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഒന്നിപ്പിച്ചില്ല. പക്ഷേ
ഇച്ചാൻ്റെ അമ്മച്ചി ഇതേപോലെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. അവർക്ക് ഒരുപാട് പ്രശ്നം അതിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. അത് തൻ്റെ മോനും കുടുംബത്തിനല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ അച്ഛൻ സമ്മതിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് ഇച്ചായൻ പറയുന്നത്. ദുഷ്ടനച്ഛൻ, നിങ്ങൾ ഒന്നിപ്പിച്ചില്ലെങ്കിൽ ഞാൻ അച്ഛനെ തല്ലിക്കൊല്ലു നോക്കിക്കോ. ഡേ അതെൻ്റെ അച്ഛൻ കൂടെയാടിടി. ആരാ? ഞാൻ ജയരാമൻ, ജാനകിയുടെ അച്ഛനാ. അയ്യോ വാ വന്നിരിക്കേ. മാങ്ങ ജ്യൂസാ ഇവിടെ ഉണ്ടാതാ, ഇത് കുടിച്ചോളൂ. ഏതൊരച്ഛനും മകൾക്ക് വേണ്ടി ചിന്തിക്കുന്നത് തന്നെയാ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ചിന്തിച്ചതും. സത്യം പറഞ്ഞ അവളുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പേടിയായിട്ടാ. ഇപ്പോഴത്തെ പയ്യന്മാരെ വിശ്വസിക്കാൻ എനിക്ക് പേടിയാ. മതവും ജാതിയും അതൊന്നും എൻ്റെ കണക്കിൽപ്പെടുന്നതല്ല. പക്ഷേ ഇവരിൽ നിന്ന് അവളെ രക്ഷിക്കാൻ എനിക്കൊരു കവചം വേണമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ മതം പിടിച്ചിട്ടത്. എൻ്റെ മകൾക്ക് നല്ലതേതാ ചീത്തേതാന്ന് കണ്ടുപിടിക്കാൻ എനിക്കറിയില്ലായിരുന്നു. എല്ലാ ആൺപിള്ളേരെ പോലെയും എൻ്റെ മകളുടെ ശരീരത്തിന് വേണ്ടി അവൻ എൻ്റെ മകളെ സ്നേഹിച്ചെന്ന് ഞാൻ വിചാരിച്ചു. 2 പെൺമക്കളുള്ള ഒരു അച്ഛൻ്റെ ഭയമായിട്ട് കൂട്ടിയാൽ മതി ഇത്. അതുകൊണ്ട് തന്നെ ഇവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും ഞാൻ നിന്നില്ല. പക്ഷെ ഇവനൊരു ഗുണ്ടിയാണെന്ന് ആദ്യ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ ഞാൻ ഇവളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇന്ന് അവളുടെ വായിൽ നിന്ന് ഇവനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ അവൻ തന്നെയാണ് എൻ്റെ മകൾക്ക് യോജിച്ചതെന്ന് മനസ്സിലായി. ഇനിയും വെച്ച് നീട്ടാൻ നിൽക്കട്ട. മോളുടെ കല്യാണം എന്നാണ് വെക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ നമുക്കന്ന് നടത്താം. ഒരച്ഛൻ്റെ ഉള്ളിലെ ഭയം എന്താണെന്ന് എനിക്കറിയാം അച്ഛ. അവളുടെ കണ്ണ് നനയ്ക്കാതെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും മനോഹരമായ പൂവ് പോലെ ഞാൻ അവളെ നോക്കിക്കോളാം. ഞാൻ അവളെ മിന്നെ കിട്ടിയത് ഏറ്റവും വലിയ തെറ്റായി പോയെന്ന് ചിന്തിക്കാനുള്ള അവസരം പോലും ഞാൻ അവൾക്ക് കൊടുക്കില്ല. അതുപോലെ ഞാൻ അവളെ സ്നേഹിച്ചോളാം. നിങ്ങളുടെ മകനാവാൻ ഞാൻ ശ്രമിച്ചോളാം. നിങ്ങളുടെ ഇളയ മകളുടെ ചേട്ടനാവാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങളുടെ മകൾക്ക് ഏറ്റവും നല്ലൊരു ഭർത്താവാനും ഞാൻ ശ്രമിച്ചോളാം. ഇതിൽ കൂടുതൽ എന്ത് വേണാടോ ഒരച്ഛന്? നീ കെട്ടിക്കോ, നീ കെട്ടി അവളെ കൊണ്ടുപോക്കോടാ. எம் தமிழ் வாழ்க வாழ்க வீரா சோழம் வாழ்க நற்றமிழ் வாழ்க வாழ்க நல்லோர் தேசம் வாழ்க. எம் தமிழ் வாழ்க வாழ்க வீரா சோழம் வாழ்க நற்றமிழ் வாழ்க வாழ்க நல்லோர் தேசம் வாழ்க. வீரா I love you. I love you so much, Ichaya.